പാചകവാതക വില വർധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചതോടെ ഭക്ഷണം കിട്ടാതെ ജനം വലഞ്ഞു. എറണാകുളത്തും കോഴിക്കോടും തിരുവനന്തപുരത്തും ഉൾപ്പെടെ ഭക്ഷണശാലകൾ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ഹോട്ടൽ ഭക്ഷണത്തിന്റെ വില വർധന ഉടൻ ഉണ്ടാകുമെന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഹോട്ടൽ ഉടമകളുടെ സംഘടനാ ഭാരവാഹികൾ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടർ വില 3000 കടന്നതോടെയാണ് ഹോട്ടൽ ഉടമകൾ സമരത്തിലേക്ക് നീങ്ങിയത്. ഗ്യാസ് വില നിയന്ത്രിക്കാത്തതിലും ലഭ്യത ഉറപ്പാക്കാത്തതിലും പ്രതിഷേധിച്ച് സംസ്ഥാനത്തൊട്ടാകെ ഹോട്ടലുകൾ അടച്ചിട്ടാണ് പ്രതിഷേധം. തിരക്കേറിയ നഗരങ്ങളിൽ ഭക്ഷണശാലകൾ പൂട്ടിയതോടെ ഹോട്ടലുകളെ ആശ്രയിക്കുന്ന പൊതുജനം ദുരിതത്തിലായി. തലസ്ഥാനത്തും എറണാകുളത്തും കോഴിക്കോടും പ്രതിഷേധ സമരം പൂർണ്ണമായിരുന്നു. എറണാകുളത്ത് സമരാഹ്വാനത്തെ മറികടന്ന് തുറന്ന ചില ഹോട്ടലുകളും ഭക്ഷണശാലകളും സമരാനുകൂലികൾ അടപ്പിച്ചത് നേരിയ വാക്കുതർക്കത്തിലും കലാശിച്ചു. Yeah. 2025 ഡിസംബർ മുതൽ വാണിജ്യ സിലിണ്ടർ വിലയിൽ വർധനമുണ്ടായത് ഹോർമൂസ് പ്രതിസന്ധി രൂക്ഷമായതോടെ സിലിണ്ടറിന് ക്ഷാമം നേരിട്ടു. പിന്നാലെ മെനു നിയന്ത്രണം ഏർപ്പെടുത്തിയും വിറകടുപ്പിലേക്ക് മാറിയും ഹോട്ടലുകളുടെ പ്രവർത്തനം തുടർന്നെങ്കിലും മെയ് 1-ാം തീയതി ഒറ്റയടിക്ക് 1000 രൂപ വർദ്ധിച്ചതോടെ ഹോട്ടൽ വ്യവസായം കടുത്ത പ്രതിസന്ധിയിലാകുകയായിരുന്നു. പിടിച്ചു നിൽക്കാൻ വില വർധനയല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് ഹോട്ടൽ അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് അസീസ് മൂസ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പൊതുജനത്തിന്റെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രതിസന്ധിയാണ്. ഞങ്ങളും പൊതുജനങ്ങളിൽ ഒരു വിഭാഗമാണ്. ആ ഒരു കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് 24 മണിക്കൂർ ഒരു സൂചന ഇത് പണിമുടക്കല്ല അടച്ചിടൽ എന്നുള്ള രീതിയിൽ ഞങ്ങൾ തീരുമാനിച്ചത്. ഗ്യാസ് വില കുറയ്ക്കാനുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഹോട്ടലുകൾ തുടർന്നും അടച്ചിട്ട് പ്രതിഷേധിക്കാനാണ് ഹോട്ടൽ ഉടമകളുടെ സംഘടന തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.